ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു ചട്നി ഉണ്ടാക്കാനാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയണ്ടാവും ഉള്ളിത്തുമ്പ് നമ്മളെ വീട്ടിൽ നിന്ന് എപ്പോഴും ഉണ്ടാവില്ലല്ലോ എന്ന്. പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒഴിഞ്ഞ ചട്ടിയോ പാത്രമോ ഉണ്ടെങ്കിൽ നമ്മൾ മുളച്ച് വരുന്ന ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയൊക്കെ, അപ്പോൾ അത് നമുക്ക് അത് മണ്ണ് നിറച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടി വരുന്ന കടുകിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവ് ചേർക്കുന്നില്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട്. പിന്നെ ഒരു വലിയ സവാളയുടെ പകുതി അത്രേ എടുക്കുന്നുള്ളൂ. ഇതിന് നല്ല ഉള്ളിയുടെ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവും, ഉള്ളിത്തുമ്പായതുകൊണ്ട് തന്നെ. ഈ സവാള നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിത്തുമ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിത്തുമ്പ് ഇട്ട് നല്ലോണം റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് മതിയായിരിക്കും. തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ദോശ ചുട്ടെടുക്കാം. പിള്ളേർക്കൊക്കെ കൊടുക്കാനായതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. പക്ഷേ ഇത് അവർക്ക് നല്ല ഇഷ്ടമാവും. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷമാണ് ഇപ്പം ഉണ്ടാക്കിയത് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇത് ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുട്ടീനെ അത്രയ്ക്കൊന്നും അങ്ങനെ എരിവൊന്നും പറ്റില്ല. പക്ഷേ ഈ ചട്നി ഉണ്ടാക്കിയപ്പം അവർ രണ്ടുപേരും നന്നായി കഴിച്ചു. താങ്ക് യു. Thank you.